യൂണിറ്റ് 5 റോബോ ദി റോബോട്ട് കണ്ടിന്യൂ ചെയ്യാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പേരെ മീറ്റ് ചെയ്തു അല്ലേ? ആരൊക്കെയായിരുന്നു? വി മെറ്റ് സിയ, ഹെർ മദർ ആൻഡ് റോബോ. ഹു ഈസ് റോബോ? റോബോ ഈസ് എ റോബോട്ട്. Then who presented robot to Zia? ആരാണ് പ്രസന്റ് ചെയ്ത റോബോനെ? സിയാസ് അങ്കിൾ presented റോബോ on her birthday. പിന്നെ നമ്മൾ കണ്ടത് എന്താ? സിയും റോബോയും കൂടിയും കളിക്കുന്ന സമയത്ത് അമ്മ വിളിച്ചൂലേ? എന്തിനു വേണ്ടിയിട്ടാണ് വിളിച്ചത്? കീ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? ഇനി നമുക്ക് നോക്കാം കേട്ടോ. റോബോ കം ഹിയർ, സിയ കോൾഡ് റോബോ. ക്ലിക്ക് ക്ലാക്ക് ക്ലിക്ക് ക്ലാക്ക് റോബോ വാക്ക്ഡ്. എന്താണ്? റോബോനെ വിളിക്കുകയാണ് സിയ അല്ലേ? ഇവിടെ വരൂ എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ഇങ്ങനെ റോബോ നടക്കുന്ന സൗണ്ട് എങ്ങനെയാ? ക്ലിക്ക് ക്ലാക്ക് ഇങ്ങനെയാണ് അല്ലേ സൗണ്ട് വരുന്നത്? റോബോ പ്ലീസ് ഫൈൻഡ് ദ കീ. എന്താ പറയുന്നത്? സിയ റോബോനോട് കീ കണ്ടുപിടിക്കാൻ പറയുകയാണ് അല്ലേ? അപ്പൊ എന്താ റോബോ പറയണത് നോക്കാട്ടോ. ജസ്റ്റ് എ മിനിറ്റ് സെഡ് റോബോ. ഒരു നിമിഷം എന്ന് പറയാണ്. ബീപ് ബീപ് എ ലൈറ്റ് ഫ്ലാഷ് ഓൺ റോബോ സ്ക്രീൻ. എന്താണ്? ബീപ് ബീപ് എന്നുള്ള സൗണ്ട് വന്നിട്ട് ഒരു ലൈറ്റ് ഇനി സൗണ്ട് എങ്ങനെയാ വന്ന്? ബീപ് ബീപ് എന്നുള്ള സൗണ്ട് വന്നിട്ടാണ് അല്ലേ? അമ്മ ലുക്ക് അറ്റ് ദ സ്ക്രീൻ, ദ കീസ് ഇൻ ദ ഡസ്റ്റ്ബിൻ. അപ്പൊ എന്താ സിയ പറയുന്നത്? അമ്മയെ നോക്കൂ, സ്ക്രീനിലേക്ക് നോക്കൂ എന്ന് പറയാണ്. കീ എവിടെയാണ്? ഇറ്റ് ഈസ് ഇൻ ദ ഡസ്റ്റ്ബിൻ എന്ന് പറയണു അല്ലേ? വാവ് റോബോ യു ആർ സോ ഗുഡ് മദർ സെഡ്. അപ്പൊ അമ്മ പറയാണ് റോബോ നീ വളരെ നല്ലതാണ് എന്ന് പറയാണ് അല്ലേ? താങ്ക് യു മോം. റോബോ സ്മൈൽഡ്. താങ്ക് യു എന്ന് റോബോ പറഞ്ഞിട്ട് ചിരിച്ചു കേട്ടോ. അവിടെ പിക്ചറിൽ കാണിക്കുന്നുണ്ട് അല്ലേ? എന്താണ്? റോബോ ഈസ് ഷോയിങ് ദ കീ ടു സിയ ഓൺ ദ സ്ക്രീൻ. വാട്ട് ഡിഡ് സിയ ആസ്ക് റോബോ ടു ഫൈൻഡ്? റോബോനോട് എന്ത് കണ്ടെത്താനാ സിയ പറഞ്ഞത്? ദ കീ അല്ലേ? കീ കണ്ടെത്താനല്ലേ പറഞ്ഞത്? വാസ് ദ കീ. കീ എവിടെയാണ്? ഇൻ ദ ഡസ്റ്റ്ബിൻ. വാട്ട് സൗണ്ട് ഡിഡ് റോബോ മേക്ക് വെൻ വാക്കിംഗ് ഇൻ? നടക്കുന്ന സമയത്ത് റോബോ ഉണ്ടാക്കിയ സൗണ്ട് എന്തായിരുന്നു? ക്ലിക്ക് ക്ലാക്ക് എന്നാണ് അല്ലേ? ദെൻ വാട്ട് സൗണ്ട് ഡിഡ് റോബോ മേക്ക് വെൻ ദ ലൈറ്റ് ഫ്ലാഷ് ഓൺ ദ സ്ക്രീൻ? ലൈറ്റ് സ്ക്രീനിൽ മിന്നണ സമയത്ത് എന്ത് സൗണ്ട് ഉണ്ടാക്കിയത്? ബീപ് ബീപ് അല്ലേ? ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഈസ് റോബോ ഹെൽപ്ഫുൾ ടു എവരി വൺ? എല്ലാവർക്കും റോബോ ഹെൽപ്ഫുൾ ആണോ എന്ന് കേട്ടോ, സഹായകരമാണോ എന്ന്. കണ്ടില്ലേ? ആണല്ലേ? റോബോ ഉള്ളത് കൊണ്ടല്ലേ സിയക്ക് കീ കണ്ടെത്താൻ കഴിഞ്ഞത്. അപ്പൊ റോബോ ഈസ് വെരി ഹെൽപ്ഫുൾ ടു എവരി വൺ. ഡു യു ലൈക്ക് ടു ഹാവ് എ റോബോട്ട് അറ്റ് ഹോം? നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലൊരു റോബോട്ട് വേണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. അങ്ങനെ റോബോട്ട് ഉണ്ടെങ്കിൽ നല്ല ഹെൽപ്ഫുൾ ആണല്ലോ അല്ലേ? ആഗ്രഹം ഉണ്ടോ? ഉണ്ടാവൂലോ. നിങ്ങൾക്ക് കളിക്കാൻ പറ്റും, പിന്നെ നിങ്ങളെയൊക്കെ സഹായിക്കും. അപ്പൊ എന്താ നമ്മൾ പറയാ? യെസ് ഐ ലൈക്ക് ടു ഹാവ് എ റോബോട്ട് അറ്റ് ഹോം. ഇനി ആക്ടിവിറ്റി 9 എടുക്കുക കേട്ടോ. ഫൈൻഡ് ഡിഫറൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വ്യത്യാസങ്ങൾ കണ്ടെത്താൻ 1ഉം പിക്ചർ 2ഉം കൊടുത്തിട്ടുണ്ട്. അവിടെ ഫസ്റ്റ് ഒന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? ദ കാർ ഈസ് റെഡ്. എന്താണ്? കാറ് റെഡ് ആണ് അല്ലേ? ചുവന്ന നിറമല്ലേ? അപ്പൊ നമുക്ക് പിക്ചർ 2ൽ നമുക്ക് എന്ത് എഴുതാം? ദ കാർ ഈസ് യെല്ലോ അല്ലേ? അങ്ങനെ എഴുതി കൊടുക്കുക കേട്ടോ. സെക്കൻഡ് വൺ നോക്കൂ. പിക്ചർ 2ൽ നമുക്ക് തന്നിട്ടുണ്ട് ദ ക്ലൗഡ് ഈസ് ബിഗ്. എന്താണ്? മേഘങ്ങള് വലുതാണ് എന്ന്. ഫസ്റ്റ് പിക്ചറിൽ എങ്ങനെയാ? മേഘങ്ങള് ചെറുതാണ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ദ ക്ലൗഡ് ഈസ് ബിഗിന്റെ ഓപ്പോസിറ്റ് എന്താ? സ്മോൾ അല്ലേ? ചെറുതാണ്. പിന്നെ എന്തൊക്കെയാ ഡിഫറൻസസ് കാണാൻ നോക്കൂ നിങ്ങൾ. ട്രീസ് നോക്കൂ. ഫസ്റ്റ് പിക്ചറിൽ എത്ര ട്രീസ് ഉണ്ട്? 5 ട്രീസ് അല്ലേ? സെക്കൻഡ് പിക്ചറിൽ there are only 4 trees അല്ലേ? അപ്പൊ നമുക്ക് അത് എഴുതിക്കോടെ ഡിഫറൻസ് ആയിട്ട്. എന്ത് എഴുതാം? there are 5 trees. പിക്ചർ 2ൽ നമുക്ക് എന്ത് എഴുതാം? there are only 4 trees. അടുത്ത ഡിഫറൻസ് എന്താ നോക്കൂ. ട്രക്കിന് നോക്കൂ. പിക്ചർ 1ലെ ട്രക്കിന് 4 വീൽസ് ഉണ്ട് അല്ലേ? പിക്ചർ 2ലെ ട്രക്കിന് 3 വീൽസ് ഉണ്ട്. അപ്പൊ അതൊരു ഡിഫറൻസ് ആയിട്ട് പറഞ്ഞോടെ. ദ ട്രക്ക് ഹാസ് 4 വീൽസ്. പിക്ചർ 2ൽ നമുക്ക് എന്ത് എഴുതാം? ദ ട്രക്ക് ഹാസ് 3 വീൽസ്. അടുത്ത ഡിഫറൻസ് ആയിട്ട് എന്ത് പറയാം? ഫസ്റ്റ് പിക്ചറിൽ സൺ ഇല്ല, സെക്കൻഡ് പിക്ചറിൽ സൺ ഉണ്ട് അല്ലേ? അപ്പൊ there is no sun. സെക്കൻഡ് പിക്ചറിൽ നമുക്ക് എന്ത് എഴുതാം? there is sun. ലുക്ക് where are Zia and Robo now? സിയയും റോബോ ഇപ്പൊ എവിടെയാ നോക്കൂ. ഈസ് ഇറ്റ് എ ടൗൺ ഓർ എ വില്ലേജ്? അതൊരു ടൗൺ ആണോ അതൊരു ഗ്രാമാണോ? ഇറ്റ് ഈസ് എ ടൗൺ അല്ലേ? ടൗൺ അല്ലേ? വാട്ട് സിയ ആൻഡ് റോബോ ഡൂയിങ് ദ? എന്താ അവർ ചെയ്യുന്നത്? ദേ ആർ വാക്കിംഗ് അലോങ് ദ ഫുട് പാത്ത് അല്ലേ? ഫുട് പാത്ത് കൂടെ നടക്കുകയാണ് അല്ലേ? ഫുട് പാത്ത് എന്ന് പറഞ്ഞാല് നടവഴി അല്ലേ? നടവഴിയിലൂടെ നടക്കുകയാണ് അല്ലേ? സിയ ആൻഡ് റോബോ വെന്റ് ഫോർ എ വാക്ക്. സൂൺ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. എന്താണ്? സിയയും റോബോയും ഒരു നടക്കാൻ വേണ്ടിയിട്ട് പോയി. പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. റോബോ ഇറ്റ് ഈസ് റെയിനിങ് വാട്ട് വിൽ വി ഡു? സിയ ആസ്ക്ഡ്. ജസ്റ്റ് എ മിനിറ്റ്. റോബോ
റോബോനോട് ചോദിക്കുകയാണല്ലേ, മഴ പെയ്യുന്നു, നമ്മൾ ഇനി എന്തു ചെയ്യും എന്ന് ചോദിക്കുകയാണ്. അപ്പൊ എന്താ റോബോ പറയുന്നത്? ജസ്റ്റ് എ മിനിറ്റ്, ഒരു നിമിഷം എന്ന് പറഞ്ഞു. വാട്ട് ഹാപ്പൻ വെൻ സിയ ആൻഡ് റോബോ വെൻ ഫോർ എ വാക്ക്? സിയയും റോബോയും നടക്കാൻ പോയപ്പോ എന്താ സംഭവിച്ചത്? ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. അവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഡു ദേ ഹാവ് ആൻ അംബർല? അവർക്ക് കുട ഉണ്ടോന്ന്? ഉണ്ടോ? ഇല്ല അല്ലേ? നോ, ദേ ഡോണ്ട് ഹാവ് ആൻ അംബർല. ഹൗ വിൽ റോബോ ഹെൽപ്പ് സിയ? റോബോ സിയനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്നാണ് കേട്ടോ. നമുക്ക് നോക്കാം അല്ലെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാന്ന്. ഹിയർ വി ക്യാൻ സീ Robo became an umbrella and he helped Zia from rain. Boom! Robo became a big umbrella. Zia clapped her hands. Robo, you are wonderful. Boom! Robo എന്തായി മാറി? It became a big umbrella. വലിയൊരു കുടയായി മാറിയില്ലേ? Zia ഇപ്പം എന്താ ചെയ്യുന്നത്? Zia clapped her hands. Robo, you are wonderful. Zia പറയുകയാണല്ലേ, കൈകള് കൊട്ടിയിട്ട് പറയാണ് you are wonderful എന്ന് പറയാണ് കേട്ടോ. How did Robo help Zia? എങ്ങനെയാണ് റോബോ സിയനെ ഹെൽപ്പ് ചെയ്തത്? റോബോ became an umbrella. റോബോ ഒരു അംബ്രല്ല ആയിട്ട് മാറിയില്ലേ? Then what did Zia say to Robo? എന്താണ് സിയ റോബോനോട് പറഞ്ഞത്? റോബോ, you are wonderful. നീ ഗംഭീരമാണ് എന്ന് പറയുകയാണ് അല്ലേ. അവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈസ് റോബോ എ സൂപ്പർ റോബോട്ട് എന്ന്? ആണോ? റോബോ ഒരു സൂപ്പർ റോബോട്ട് ആണോ എന്ന് കേട്ടോ. ആണല്ലോ അല്ലേ? യെസ്, റോബോ ഈസ് എ സൂപ്പർ റോബോട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഡിഡ് യു ലൈക്ക് റോബോ എന്ന് കേട്ടോ. നിങ്ങൾക്ക് റോബോനെ ഇഷ്ടമായോ എന്നാണേ. ഇഷ്ടമായില്ലോ? യെസ്, ഐ ലൈക്ക് റോബോ. ഇനി ആക്ടിവിറ്റി 10 കേട്ടോ. ഹിയർ ഈസ് ആൻ അംബ്രല്ല. മേക്ക് ദ അംബ്രല്ല ബ്യൂട്ടിഫുൾ. യു ക്യാൻ യൂസ് കളേഴ്സ്, പേപ്പർ സ്ട്രിപ്സ്, ഗ്ലിറ്റർ പൗഡർ ഓർ ത്രെഡ്സ്. അതായത് ഇവിടെ ഒരു അംബ്രല്ല ഉണ്ട്, കുടയെ നല്ല ഭംഗിയാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം? കളേഴ്സ് യൂസ് ചെയ്യാം, പേപ്പറിൻ്റെ കഷ്ണങ്ങൾ യൂസ് ചെയ്യാം, ഗ്ലിറ്റർ പൗഡർ, മിന്നുന്ന പൗഡർ കിട്ടില്ലേ, അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നൂലുകൾ, ത്രെഡ്സ് എന്ന് പറഞ്ഞാൽ നൂലൊക്കെ യൂസ് ചെയ്തിട്ട് ഇത് ഭംഗിയാക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു വർക്കാണേ. ലുക്ക് അറ്റ് ദ പിക്ചർ. ഈസ് ഇറ്റ് റെയിനിങ് നൗ? ഇപ്പം മഴ പെയ്യുന്നുണ്ടോ? നോ, ദ റെയിൻ സ്റ്റോപ്ഡ് അല്ലേ, മഴ നിന്നു അല്ലേ. ദ റെയിൻ സ്റ്റോപ്ഡ്. സൂ, ദ അംബ്രല്ല ബിക്കേം a robot again. Soon a crow took away Zia's cap. എന്താണ്? മഴ നിന്നു. സൂപ്പ് എന്നുള്ള സൗണ്ടിൽ അംബ്രല്ല എന്തായി മാറി? ഇറ്റ് ബിക്കേം എ റോബോട്ട് അഗെയിൻ. പിന്നെയും റോബോട്ടായിട്ട് മാറിയില്ലേ. സൂൺ എ ക്രോ ടുക്ക് അവേ സിയാസ് ക്യാപ്. പെട്ടെന്ന് എന്താ ഉണ്ടായേ? ഒരു കാക്ക സിയയുടെ ക്യാപ്പ് എടുത്തുകൊണ്ട് പോയി കേട്ടോ. കണ്ടോ, പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ. വാട്ട് ഹാപ്പൻ ടു ദി അംബ്രല്ല? അംബ്രല്ലയ്ക്ക് എന്താ സംഭവിച്ചത്? ദ അംബ്രല്ല ബിക്കേം എ റോബോട്ട് അഗെയിൻ അല്ലേ. അംബ്രല്ല വീണ്ടും റോബോട്ടായിട്ട് മാറിയില്ലേ. അംബ്രല്ല ഷട്ട് വിത്ത് എ സൗണ്ട്. വാട്ട് ഈസ് ദാറ്റ് സൗണ്ട്? അംബ്രല്ല അടഞ്ഞത് ഒരു സൗണ്ട് ആയിട്ടാണ് അല്ലേ. എന്താണ് ആ സൗണ്ട്? സൂപ്പ് എന്നാണ് അല്ലേ. സൂപ്പ്. വാട്ട് ഹാപ്പൻ ദെൻ? അതിനുശേഷം എന്താ സംഭവിച്ചത്? എ ക്രോ ടുക്ക് അവേ സിയാസ് ക്യാപ് അല്ലേ. സിയയുടെ ക്യാപ്പ് ഒരു കാക്ക എടുത്തോണ്ട് പോയി അല്ലേ. അവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. വേർ വിൽ ദ ക്രോ ടേക്ക് ദ ക്യാപ്? അതായത് കാക്ക എങ്ങോട്ട് ക്യാപ്പ് കൊണ്ടുപോകും കേട്ടോ. എങ്ങോട്ടായിരിക്കും? ദ ക്രോ മേ ടേക്ക് ദ ക്യാപ് ടു ഇറ്റ്സ് നെസ്റ്റ്. അതിന്റെ കൂട്ടിലേക്കായിരിക്കാം അല്ലേ. ദെൻ വാട്ട് വിൽ റോബോ ഡു നൗ? റോബോ എന്ത് ചെയ്യും എന്നാണ് കേട്ടോ. എന്തായിരിക്കും ചെയ്യുക? റോബോ വിൽ ഹെൽപ്പ് സിയ അല്ലേ. സിയനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും അല്ലേ. ടു ഗെറ്റ് ദ ക്യാപ്. ക്യാപ്പ് കിട്ടാനായിട്ട് സിയനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ആക്ടിവിറ്റി 11 നോക്കുക കേട്ടോ. വാട്ട് ഈസ് സിയ സെയിങ്? എന്താണ് സിയ പറയുന്നത് എന്നാണ്. എന്തായിരിക്കും പറയുണ്ടാവുക? ഓ മൈ ക്യാപ്, അയ്യോ എൻ്റെ ക്യാപ്പ്. യു നോട്ടി ക്രോ എന്നായിരിക്കും അല്ലേ. എന്താണ്? ഈ വികൃതി കാക്കേ എന്നായിരിക്കും. ഹോ മൈ ക്യാപ്, റോബോ ഹെൽപ്പ് മീ പ്ലീസ്. സിയ ക്രൈഡ്. സിയ കരഞ്ഞുകൊണ്ട് പറയുകയാണല്ലേ, അയ്യോ എൻ്റെ ക്യാപ്പ്, എന്നെ ഹെൽപ്പ് ചെയ്യേ റോബോ എന്ന് പറയുകയാണല്ലേ. ബീപ് ബീപ്. എന്തായത്? റോബോ സ്ക്രീൻ ഫ്ലാഷ് അഗെയിൻ അല്ലേ. റോബോന്റെ സ്ക്രീന് വീണ്ടും മിന്നി. ദ ക്യാപ്പ് ഈസ് ഓൺ എ മാംഗോ ട്രീ സെഡ് റോബോ. റോബോ പറയുകയാണല്ലേ, ക്യാപ്പ് എവിടെയാണെന്നാ പറയുന്നത്? ഇറ്റ് ഈസ് ഓൺ എ മാംഗോ ട്രീ. ഗെറ്റ് ഇറ്റ് ഫോർ മീ പ്ലീസ്. എനിക്കത് എടുത്തു തരൂ എന്ന് പറയുകയാണല്ലേ. ജസ്റ്റ് എ മിനിറ്റ്. അപ്പം എന്താ പറയുന്നത്? റോബോട്ട് ഒരു നിമിഷം എന്ന് പറയുകയാണ് കേട്ടോ. ഹൗ വിൽ റോബോ ഹെൽപ്പ് സിയ? അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എങ്ങനെ റോബോ സിയനെ ഹെൽപ്പ് ചെയ്യും എന്ന് കേട്ടോ. നമുക്ക് നോക്കാം അല്ലേ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാന്ന്. ആക്ടിവിറ്റി 12. കംപ്ലീറ്റ് ദ സെന്റൻസസ് യൂസിങ് ക്ലൂസ് ഫ്രം ദ പിക്ചേഴ്സ്. ചിത്രങ്ങളിലെ ക്ലൂകൾ നോക്കിയിട്ട്, ക്ലൂസ് എന്ന് പറഞ്ഞാൽ സൂചനകൾ നോക്കിയിട്ട്
സെന്റൻസസ് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് നോക്കൂ, എ ഡാഷ് ടുക്ക് സിയാസ് ക്യാപ്പ് എവേ. ആരാണ്? ഹു ടുക്ക് സിയാസ് ക്യാപ്പ്? എ ക്രോ അല്ലേ, എ ക്രോ എന്ന് എഴുതി അവിടെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ. ദെൻ റോബോ ഫൗണ്ട് ദ ക്യാപ്പ് ഓൺ എ മാംഗോ ട്രീ, മാംഗോ ട്രീ എന്ന് എഴുതാം. സിയാസ് മദർ വാസ് ലുക്കിംഗ് ഫോർ ദ ഡാഷ്. സിയാസ് മദർ വാസ് ലുക്കിംഗ് ഫോർ വാട്ട്? എന്തിനാണ്? കീ അല്ലേ, ദ കീ. റോബോ ബിക്കേം ആൻ എന്താ? റോബോ ബിക്കേം ആൻ അംബ്രല്ല, അംബ്രല്ല എന്ന് എഴുതുക കേട്ടോ. വെർ Robo's hand grew long. Robo pulled the branch down. Zia, take the cap, said Robo. Zia raised her hands to take the cap. What happened to Robo's hand? റോബോന്റെ ഹാൻഡ്സ് എന്താ സംഭവിച്ചത്? റോബോസ് ഹാൻഡ്സ് ഗ്രൂ ലോങ്. എന്താ ഉണ്ടായത്? റോബോന്റെ ഹാൻഡ് നീണ്ടു വളർന്നു അല്ലേ. ദെൻ ഹൂ പുൾഡ് ദ ബ്രാഞ്ച് ഡൗൺ? ആരാണ് കൊമ്പ് താഴ്ത്തിയത്? റോബോ പുൾഡ് ദ ബ്രാഞ്ച് ഡൗൺ. റോബോ ബ്രാഞ്ച് താഴ്ത്തി അല്ലേ. സിയ ടേക്ക് ദ ക്യാപ് സെഡ് റോബോ. റോബോ എന്നിട്ട് എന്താ പറഞ്ഞത്? ക്യാപ്പ് എടുത്തോ എന്ന് പറയുകയാണ് അല്ലേ. സിയ റേസ് ഹെർ ഹാൻഡ്സ് ടു ടേക്ക് ദ ക്യാപ്. സിയ ക്യാപ്പ് എടുക്കാനായിട്ട് കൈകള് ഉയർത്തി. ഇനി അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ക്യാൻ സിയ ടേക്ക് ദ ക്യാപ് എന്ന്. സിയയ്ക്ക് ക്യാപ്പ് എടുക്കാൻ കഴിയോന്ന്. സിയയ്ക്ക് ക്യാപ്പ് എടുക്കാൻ കഴിയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.